ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളെല്ലാം അവസാനിച്ചതിനു പുറമെ ഇന്ത്യ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനാണ് സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പുറത്തുവരും. ജനവിധി ഇന്നറിയാൻ സാധിക്കും. പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. MLA-മാരുടെ മരണം, രാജി തുടങ്ങിയ കാരണങ്ങളാൽ ആയിരുന്നു തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും നിർണായകം പശ്ചിമ ബംഗാളാണ്. ഇവിടെ റായ്ഗഞ്ച്, രണഗഡ് ദക്ഷിണ, ബാഗ്ദ, മണിക്തല എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ മണിക്തല തൃണമൂൽ കോൺഗ്രസിന്റെയും മറ്റു 3 മണ്ഡലങ്ങൾ BJP-യുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. BJP MLA-മാർ രാജിവെച്ച് തൃണമൂലിൽ ചേർന്നതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് കൂറ്റൻ വിജയമായിരുന്നു സ്വന്തമാക്കിയത്. 18 സീറ്റ് ഉണ്ടായിരുന്ന BJP-ക്ക് 6 സീറ്റുകൾ നഷ്ടമായി. വെറും 12 സീറ്റിലായിരുന്നു വിജയം. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് BJP-യെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ 3 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. സ്വതന്ത്ര MLA-മാരുടെ മണ്ഡലമായ ഡെഹ്റ, ഹാമിപൂർ, നാലഗഡ് എന്നിവിടങ്ങളിലാണ് മത്സരം നടന്നത്. നേരത്തെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചവരായിരുന്നു ഇവിടുത്തെ MLA-മാർ. എന്നാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ BJP-യെ പിന്തുണയ്ക്കുകയായിരുന്നു. പിന്നീട് രാജിവെക്കുകയും ചെയ്തു. ഇവർ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിലും BJP-യുടെ സ്ഥാനാർത്ഥികൾ. ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് BJP-യുടെ അവകാശവാദം. എന്നാൽ 38 MLA-മാരുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് സുരക്ഷിത സാഹചര്യമെന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. BJP ഭരണത്തിലിരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ബദ്രിനാഥ്, മംഗളൂർ സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബദ്രിനാഥിൽ കോൺഗ്രസ് MLA രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് BJP-യിലേക്ക് ചേക്കേറിയതോടെയാണ് അവിടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മംഗളൂരിൽ BSP MLA സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. BJP-ക്ക് ഇതുവരെ വിജയിക്കാൻ സാധിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് മംഗളൂർ. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഖാസി നിസാമുദ്ദീനെയാണ് കോൺഗ്രസ് ഇവിടെ മത്സരിപ്പിച്ചത്. അതേസമയം തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ വിക്രവണ്ടി സീറ്റിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. DMK-യുടെ സിറ്റിംഗ് MLA N പുകസന്ധിയുടെ മരണത്തെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നത്. DMK-യും NDA-യുടെ ഘടകകക്ഷിയായ അൻപുമണി രാംദാസിന്റെ PMK-യും NDK-യും തമ്മിലാണ് പോരാട്ടം. അന്നിയൂർ ശിവയാണ് DMK-യുടെ സ്ഥാനാർത്ഥി. കല്ലാക്കുറിച്ചി വ്യാജമതി ദുരന്തം ചർച്ചയായ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ DMK തിരിച്ചടി നേരിടുമെന്നാണ് എതിരാളികളുടെ അവകാശവാദം. അതേസമയം ബീഹാറിലേക്ക് വരുമ്പോൾ റുബൌലിയിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. JDU-വിന്റെ സിറ്റിംഗ് സീറ്റാണിത്. JDU MLA ആയിരുന്ന ഭീമ ഭാരതി RJD-യിലേക്ക് പോയതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഭീമ തന്നെയാണ് RJD-ക്ക് വേണ്ടി ഇത്തവണയും മത്സരിക്കാൻ ഇറങ്ങിയത്. കലദാർ മണ്ഡലാണ് ഇവിടെ നിന്നുള്ള JDU സ്ഥാനാർത്ഥി. മധ്യപ്രദേശിൽ അമർവാര സീറ്റിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണിത്. കോൺഗ്രസ് MLA ആയിരുന്ന കമലേഷ് BJP-യിലേക്ക് ചേക്കേറിയതോടെയാണ് അവിടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കോൺഗ്രസിന്റെ ധീരൻ ഷാ ഇൻവാദിയാണ് കമലേഷിനെ നേരിട്ടത്. ഇനി പഞ്ചാബിലേക്ക് വരുമ്പോൾ പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലാണ് പഞ്ചാബിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആം ആദ്മി പാർട്ടി MLA ശീതൽ അങ്കുരൽ രാജിവെച്ച് BJP-യിൽ ചേർന്നതോടെയാണ് പഞ്ചാബിൽ ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചത്. മൊഹിന്ദർ ഭഗതാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ അഭിമാന പോരാട്ടമാണ്. മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ നേരിട്ട് വന്നാണ് ഇവിടെ പ്രചാരണങ്ങൾ നയിച്ചത്. ജൂൺ 10 നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനഹിതത്തിന്റെ പ്രതിഫലനം ആകുമോ എന്നത് NDA ഇന്ത്യ മുന്നണികളെ സംബന്ധിച്ച് നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന്റെ ആധിപത്യം പ്രതിഫലിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പായതിനാൽ കൂടി ഇന്ത്യ സഖ്യത്തിന് ഇത് വളരെ നിർണായകവും അതേസമയം NDA-ക്ക് അഭിമാന പോരാട്ടം കൂടിയാണ്. എന്തുതന്നെ ആയാലും ഇന്ന് ഫലം പുറത്തു വരുമ്പോൾ ഈ 7 സംസ്ഥാനങ്ങളിൽ ആര് നിലനിർത്തുമെന്നുള്ള കാര്യം വളരെ വൈകാതെ തന്നെ അറിയാൻ സാധിക്കും.